150 കിലോ സ്വർണം 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ വന്നു. പുറത്തുനിന്ന് 123 കോടിയുടെ ഹവാലപ്പണം വന്നു. അത് കരിപ്പൂർ വിമാനത്താവളം മലപ്പുറത്തായതുകൊണ്ട് ഇത് മലപ്പുറം ജില്ലയുടെ തലയിൽ കെട്ടിവെക്കുന്നത് ഒരു നല്ല രീതിയല്ല. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ചില ഞരമ്പ് രോഗികൾക്ക് ഹാലടക്കാറുണ്ട്. അത് ശരിയല്ല, അതൊരു ശരിയായ നിലപാടല്ല. അത് വെള്ളാപ്പള്ളിക്ക് പിന്നാലെ കെ സുരേന്ദ്രൻ കാക്കി കളസമിട്ട് കുറുകൊടിയുമായി വന്നിരിക്കുകയാണ് മുസ്ലിങ്ങളെ തല്ലിപ്പിടിപ്പിക്കാൻ. രണ്ട് കാര്യങ്ങൾക്കാണ് മുസ്ലിങ്ങൾക്ക് ഈ തല്ല് കിട്ടേണ്ടത്. ഒന്ന്, മുസ്ലിങ്ങളുടെ നോമ്പുകാലത്ത് മലപ്പുറം ജില്ലയിലെ ഹിന്ദുക്കൾ വെള്ളം കിട്ടാതെ മരിച്ചു വീഴുന്നു എന്നതിന്. രണ്ടാമത്തെ കാര്യം, മുസ്ലിങ്ങൾ മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങൾ കട്ടെടുക്കുന്നു എന്നതിന്. എന്റെ ചോദ്യം തിരിച്ചാണ്. രാജ്യവ്യാപകമായി ജാതി സെൻസസ് ആവശ്യപ്പെടുന്നവർ എന്തുകൊണ്ട് ഈ യാഥാർത്ഥ്യം കണ്ടുപിടിക്കാനുള്ള ഒരു അന്വേഷണം കേരളത്തിൽ നടത്തുന്നില്ല? രാജ്യവ്യാപകമായി സെൻസസ് നടത്തുന്ന അവിടെ ഇരിക്കട്ടെ. കേരളത്തിൽ എന്തുകൊണ്ട് പിന്നോക്ക ജാതിക്കാർക്ക് ലഭിക്കുന്ന സംവരണാനുകൂല്യം മതന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ അത് അപഹരിക്കുന്നു? ഇത് ചർച്ച ചെയ്യട്ടെ, മാധ്യമങ്ങൾ ചർച്ച ചെയ്യട്ടെ, രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യട്ടെ, അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്തട്ടെ, ഒരു കമ്മീഷനെ വെച്ചിട്ട് പരിശോധിക്കട്ടെ. ഇത് കേരളത്തിൽ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കാൻ പ്രശ്നത്തെ വർഗീയമായിട്ട് കാണുകയല്ല വേണ്ടത്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ച ആശയം, BJP പ്രസിഡന്റ് നില ചർച്ച ചെയ്ത വിഷയം കേരള സമൂഹം ചർച്ച ചെയ്യട്ടെ. മതപരമായ സംവരണത്തിന്റെ പേര് പറഞ്ഞ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പിന്നോക്ക ജാതിക്കാർക്ക് ലഭിക്കേണ്ട സംവരണ ആനുകൂല്യം അപഹരിക്കപ്പെടുന്നു. അതാണ് പോയിന്റ്. അതിന്റെ മേൽ ഡിസ്കഷൻ നടക്കട്ടെ. അതൊരു ഒരു ചർച്ചാ വിഷയമായിട്ട് കേരളത്തിൽ മാറട്ടെ. അല്ല, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, മലപ്പുറം പല കാര്യങ്ങളിലും കേരളത്തിന്റെ മറ്റു ഭാഗത്തുള്ളതുപോലെയല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. നേരത്തെ തന്നെ ആക്ഷേപമുള്ളതാണ്. നമ്മളിപ്പോ ശബരിമല വ്രതം നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല. പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല. എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത്. നാം വ്രതം എടുക്കുന്നു, നമ്മൾ കുടിക്കുന്നില്ല. പക്ഷെ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും, ഞാൻ എന്റെ നേരെ അനുഭവം പറയാം, ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല. നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. സത്യത്തിൽ ഈ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് മുസ്ലിങ്ങളുടെ തുണി കയറ്റിപ്പിടിച്ച് ചാണ്ടിക്ക് നല്ല തല്ലുകൊള്ളേണ്ടത് തന്നെയാണ്. പക്ഷെ അതിനു മുമ്പ് ഇതിനൊക്കെ സുരേന്ദ്രൻ കൃത്യമായ തെളിവുകൾ നൽകണം. അല്ലാതെ ചാനലുകളുടെ മുന്നിൽ തനിക്ക് തോന്നിയത് വിളിച്ചു പറഞ്ഞൊരു കാര്യമില്ല. മലപ്പുറം ജില്ലയിലെ ഹിന്ദുക്കൾ പറയട്ടെ, നോമ്പുകാലത്ത് എത്ര പേർ വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്നുവെന്ന്. അത്രമാത്രം മോശം ചുറ്റുപാടുണ്ടാക്കാൻ മലപ്പുറത്തെ മുസ്ലിങ്ങൾ താലിബാനികൾക്ക് ഉണ്ടായതല്ല എന്ന് സുരേന്ദ്രൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലപ്പോൾ മുസ്ലിങ്ങൾ കച്ചവടം ചെയ്യുന്ന അപൂർവം ചില ഹോട്ടലുകൾ അടച്ചിടുകയോ അല്ലെങ്കിൽ മറ്റു ഹിന്ദു സുഹൃത്തുക്കൾക്ക് നടത്താൻ നൽകുകയോ ചെയ്യാറുണ്ട് നോമ്പുകാലങ്ങളിൽ. ഇവിടെ 1-2 കാരണങ്ങൾ ഇതിനു പിന്നിലുള്ളത് നമ്മൾ കാണാതെ പോകരുത്. ഒന്നുകിൽ ആ പ്രദേശം കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശമായിരിക്കും. അവർ നോമ്പുകാരായിരിക്കുമ്പോൾ ഹോട്ടലിൽ കച്ചവടം കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ സ്ഥാപനങ്ങൾ അടച്ചിടാനുള്ള കാരണമുണ്ടാകും. 2, ഉടമസ്ഥൻ നോമ്പുകാരനാവുമ്പോൾ അയാൾ കരുതുന്നുണ്ടാവും, നോമ്പുകാരനെ ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുക എന്നും. ഇത് രണ്ടും മാറ്റി നിർത്തിയാൽ നോമ്പുകാരല്ലാത്തവരുടെ ഹോട്ടലുകളും കൂൾ ബാറുകളും ധാരാളമായി മലപ്പുറം ജില്ലയിൽ നോമ്പുകാലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവയേതെങ്കിലും നോമ്പിന്റെ പേരിൽ നോമ്പുകാലത്ത് അവിടുത്തെ മുസ്ലിങ്ങൾ പോയി അടപ്പിച്ചതായോ അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഭക്ഷണം കഴിക്കുന്നത് തടസ്സപ്പെടുത്തിയതായോ സുരേന്ദ്രന് കാണിച്ചു തരാനാവും. ഞാൻ മലപ്പുറം ജില്ലയിലെ തിരൂർക്കാരനാണ്. എന്റെ നാട്ടിൽ നോമ്പുകാലത്ത് മുസ്ലിങ്ങൾ തന്നെ ഹോട്ടലും ചായക്കടകളും നടത്താറുണ്ട്. എന്തിന്, മലപ്പുറം ജില്ലയിലെ പലയിടങ്ങളിലും നോമ്പിന് മാത്രം തുറന്നു പ്രവർത്തിക്കുന്ന ഹോട്ടലുകളും ചായക്കടകളും ഉണ്ട് എന്നതാണ് സത്യം. ഞങ്ങളുടെ നാട്ടിലെ ഒട്ടുമിക്ക ഹിന്ദു സഹോദരങ്ങളുടെ ചായക്കടകളും അല്ലെങ്കിൽ ഹോട്ടലുകളും അതിന്റെ മുൻവശം നോമ്പുകാലത്ത് കാട്ടുന്നുപയോഗിച്ച് മറച്ചു കെട്ടിയും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം ഒരുക്കിയിട്ടുമുണ്ടാകും. ഇങ്ങനെ ചെയ്യുന്നത് മുസ്ലിങ്ങൾ വന്ന് കട തല്ലിപ്പൊളിക്കും എന്ന് കരുതിയല്ല, മറിച്ച് നോമ്പുകള്ളന്മാരായ മുസ്ലിങ്ങൾക്ക് ആരും അറിയാതെ മറ്റു മുസ്ലിങ്ങൾ കാണാതെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയാണ്. ഇതെല്ലാം നല്ല മുസ്ലിങ്ങൾക്കും മുസ്ലിം സംഘടനകൾക്കും അറിയാവുന്ന സത്യമാണ്.
എന്നിട്ടും ഏതെങ്കിലും ഒരു മുസ്ലിം പോയി ഈ സ്ഥാപനങ്ങൾ തല്ലി തകർക്കുകയോ അവിടെ ഭക്ഷണം കഴിക്കുന്നവരെ ശല്യം ചെയ്യുകയോ ചെയ്തതായി സുരേന്ദ്രനോ സുരേന്ദ്രന്റെ സപ്പോർട്ട് ചെയ്യുന്നവർക്കോ കാണിക്കാനാകും? അങ്ങനെ പല സംഭവങ്ങളും മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് സുരേന്ദ്രൻ പറയേണ്ടതുണ്ട്. ഇന്ന് ഹോട്ടലുകളേക്കാൾ കൂടുതൽ എല്ലാ ജില്ലകളിലും ബേക്കറികളും കൂൾബാറുകളും ഉണ്ട്. എല്ലാവിധം ഭക്ഷണ വിഭവങ്ങളുമായി ജനങ്ങളെ അവർ കാത്തിരിക്കുകയാണ്. ആ സംവിധാനങ്ങളൊക്കെയും മലപ്പുറം ജില്ലയിലുണ്ട്. എന്നിട്ടും എന്തിനാണ് പച്ചനുണകൾ പടച്ചുവിട്ട് വർഗീയതയുടെ വെടിമരുന്നിന് തീ കൊടുക്കുന്നത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഹിന്ദുക്കളുടെ മണ്ഡലകാലത്ത് എത്ര ഹോട്ടലുകളിൽ ഇറച്ചിയും മീനും വേണ്ടത് വെക്കുന്നുണ്ട്? അത് മുസ്ലിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിലാണെങ്കിൽ പോലും ആ പ്രദേശത്തിന്റെ ജനസാന്ദ്രതയുടെ തോതിനനുസരിച്ച് അവരുടെ സാഹചര്യത്തിനനുസരിച്ച്. അതുവരെ ഉണ്ടായിരുന്ന ഇറച്ചിയും മീനും ശബരിമല സീസണിൽ ഇല്ലാതെയാകുമ്പോൾ ആരെങ്കിലും അതിന്റെ പേരിൽ പരാതി പറയാറുണ്ട്? ഇവിടെ ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉണ്ട്. അതുകൊണ്ട് ഹോട്ടലുകളിൽ ഇറച്ചിയും മീനും വേണമെന്ന് ആരെങ്കിലും നിർബന്ധം പിടിക്കാറുണ്ട്? ആരും അത് പറയില്ല. ബുദ്ധിയുള്ള മതസൗഹാർദ്ദമുള്ള ഏതൊരു മനുഷ്യനും അറിയാം ശബരിമല സീസന്റെ വ്രതകാലത്തിന്റെ പവിത്രതയും പരിശുദ്ധിയും. അത് നിലനിർത്താനും കാത്തു സൂക്ഷിക്കാനും എല്ലാവരും സഹകരിക്കും. എല്ലാവരും ആത്മാർത്ഥമായി അതിന്റെ കൂടെ നിൽക്കുകയും ചെയ്യും. ഇവിടെ മുസ്ലിങ്ങളുടെ നോമ്പുകാലത്ത് കുടിക്കാൻ പോലും വെള്ളം കിട്ടാറില്ല എന്ന് പറഞ്ഞ് ആ ചാണക വെള്ളം മലപ്പുറത്തേക്ക് തെളിക്കാൻ ശ്രമിക്കരുത്. ഈ ഭാഷയും വർത്തമാനങ്ങളും ഒക്കെ വടക്കൻ ഇന്ത്യയിൽ നടക്കും. അത് വോട്ടാക്കി മാറ്റാനും അവർക്ക് സാധിക്കും. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഗോമൂത്രം കുടിക്കുകയും ചാണകം കഴിക്കുകയും ചെയ്യാത്തതുകൊണ്ട് അത് വിലപ്പോകില്ല. സുരേന്ദ്ര, ഇന്നേ പറയാനുള്ളൂ. നിനക്ക് വെള്ളാപ്പള്ളിയുടെ പ്രശ്നം താങ്ങുകയോ വെള്ളാപ്പള്ളിയെ കൊണ്ട് ചാണകവെള്ളം കുടിപ്പിക്കുകയോ ചെയ്യാം. അതിനിടയിൽ മലപ്പുറത്തേക്ക് കാവിക്കളസം കഴിയ വെള്ളം ഒഴുക്കിക്കളയാൻ ശ്രമിക്കരുത്. പിന്നെ കേരളത്തിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഹോട്ടലുകൾ നടത്തുന്നതിന് വിലക്കൊന്നുമില്ല. ഏത് റോഡരികിലും ഏത് ഒഴിഞ്ഞ സ്ഥലത്തും ഒരു വാൻ നിർത്തിയിട്ട് പോലും അതിൽ ഭക്ഷണം വിൽക്കാം. ഹിന്ദുക്കൾക്കും മറ്റു സമുദായങ്ങൾക്കും ഭക്ഷണം കിട്ടുന്നില്ല എന്ന പരാതിയുള്ള സംഘിക്കുട്ടന്മാർക്ക് നോമ്പുകാലത്ത് തങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇത്തരം സംവിധാനങ്ങളുടെയും ചോറ് വെച്ചു വിളമ്പാവുന്നതാണ്. വേണമെങ്കിൽ എക്സ് മുസ്ലിമായ കുറെ എണ്ണം ഇതേ വേവലാതിയുമായി നടക്കുന്നുണ്ട്. അവരെയും കൂട്ടിന് കൂട്ടാം. എന്നിട്ട് നിങ്ങളുടെ കൈക്ക് പിടിക്കാൻ വരുന്നവരെ, നിങ്ങൾ വിളമ്പുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്താൻ വരുന്നവരെ നമുക്കൊന്നിച്ച് നേരിടാം. അതല്ലാതെ മലപ്പുറത്തിനെ നോക്കി ദൂരെ നിന്ന് കുരയ്ക്കുന്നത് നല്ലതല്ല. ഏൽക്കില്ല. ഏത് പ്രകോപനം നടത്തിയാലും അതിലെടുത്തു ചേരാൻ മലപ്പുറത്തുകാരെ കിട്ടുകയില്ല. മലപ്പുറത്തെക്കുറിച്ച് താങ്കളെക്കാൾ മുതിർന്ന BJP-കാരൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കാൻ കഴിയുന്ന ആളുകൾ മലപ്പുറം ജില്ലയിലാണ്. ഇത് എനിക്ക് അനുഭവമുള്ളതാണ്. ഇത് നമ്മൾ എന്തെങ്കിലും ഒരു കെട്ടിച്ചമച്ച് പറയേണ്ട കാര്യമില്ല. മലപ്പുറം ജില്ല വികസന രംഗത്തും പിന്നെ നല്ല റോഡുകൾ അതിലും വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ ജനങ്ങൾ ഇത്രയധികം സ്നേഹിക്കുന്ന ആളുകൾ, നൂറുകണക്കിന് ചെറുപ്പക്കാരായിട്ടുള്ള മുസ്ലിം യുവാക്കന്മാർ എൻ്റെ സുഹൃത്തുക്കൾ. നമുക്കവരെ ആശ്രയിക്കാം, നമുക്കവരെ വിശ്വസിക്കാം. നമ്മുടെ ഈ ഹിന്ദുത്വം എന്നുള്ള ഒരു അടിസ്ഥാനപരമായി ഞാൻ പറഞ്ഞത് ഈ മുസ്ലിം വിരുദ്ധത ഉൾപ്പെടുന്ന ഹിന്ദുത്വം. താങ്കൾ പറഞ്ഞ ആ നയമല്ല, മുസ്ലിം വിരുദ്ധത ഉൾപ്പെടുന്ന ഹിന്ദുത്വം. മുസ്ലിം വിരുദ്ധത നമ്മുടെ നാട്ടിലെ സൗഹാർദ്ദത്തിന് തകരാറുണ്ടാക്കും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രയോജനം ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. മനുഷ്യൻ ഒരുമിച്ചിരിക്കേണ്ട. എനിക്ക് നന്നായിട്ടറിയാം പ്രമോദ്, ഞാനൊരു കാര്യം ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. മലപ്പുറം ജില്ലാ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത് ഈ കണ്ണൂർ ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് കിടന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നത് ഇന്നിപ്പം BJP-യുടെ ഈ പ്രവർത്തന രംഗത്ത് വളരെ ചുരുങ്ങിയ ആളേ ഉണ്ടാവും. പക്ഷെ ഇന്നെനിക്കറിയാം ഇത്രയും സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കാൻ കഴിയുന്ന ആളുകൾ മലപ്പുറം ജില്ലയിലാണ്. ഇത് എനിക്ക് അനുഭവമുള്ളതാണ്. ഇത് നമ്മൾ എന്തെങ്കിലും ഒരു കെട്ടിച്ചമച്ച് പറയേണ്ട കാര്യമില്ല. മലപ്പുറം ജില്ല വികസന രംഗത്തും പിന്നെ നല്ല റോഡുകൾ അതിലും വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ ജനങ്ങൾ ഇത്രയധികം സ്നേഹിക്കുന്ന ആളുകൾ, നൂറുകണക്കിന് ചെറുപ്പക്കാരായിട്ടുള്ള മുസ്ലിം യുവാക്കന്മാർ എൻ്റെ സുഹൃത്തുക്കൾ. നമുക്കവരെ ആശ്രയിക്കാം, നമുക്കവരെ വിശ്വസിക്കാം. അപ്പോൾ ആ സത്യത്തിൽ അതാണ്. അല്ല, അങ്ങനെയല്ല. അത് അന്നത്തെ ഒരു ഇതങ്ങനെയായിരുന്നു. കാരണം അന്ന് ഒരു ഭയം ഉണ്ടായിരുന്നു. ആ ജില്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കാരണം അന്ന് അതിന് ഇടയാക്കുന്ന ചില സംഭവങ്ങളുണ്ടായിരുന്നു. ഈ നോമ്പ് കാലത്തൊക്കെ ചില തിയേറ്ററുകളൊക്കെ കത്തിച്ച സംഭവം ഒന്നുണ്ടായി ആ ഒരു കാലത്തുണ്ടായിരുന്നു. അത് ആ ഒരു കാലം അങ്ങനെയാണ്. ആ കാലം കഴിഞ്ഞു.
പക്ഷെ നമ്മൾ ഇന്ന് നമ്മുടെ ജീവിത യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ ഒക്കെ നമ്മൾ സംശയത്തോടു കൂടി നോക്കേണ്ട കാര്യം എന്താ? ഇപ്പം നമ്മൾ അയൽവാസികൾ അങ്ങോട്ട്, ഇത് ഉത്തരേന്ത്യയല്ല, തൊട്ടടുത്ത് മുസ്ലിം ഇപ്പുറത്ത് ക്രിസ്ത്യാനി, നമ്മളിങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. പെരുന്നാൾ വരുമ്പോഴും ഓണം വരുമ്പോഴും പിന്നെ ക്രിസ്മസ് വരുമ്പോഴും ഒക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കേരള സമൂഹം. ആ കേരള സമൂഹത്തിൻ്റെ വ്യവസ്ഥ, ആ സുന്ദരമായ വ്യവസ്ഥ, അതിന് പോറലേൽപ്പിക്കുന്ന ഏത് സിദ്ധാന്തം ആര് കൊണ്ടുവന്നവർ പരാജയപ്പെടുകയേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വളരെയധികം നന്ദി ശ്രീ. 150 കിലോ സ്വർണം 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ വന്നു. പുറത്തുനിന്ന് 123 കോടിയുടെ ഹവാലപ്പണം വന്നു. അത് കരിപ്പൂർ വിമാനത്താവളം മലപ്പുറത്തായതുകൊണ്ട് ഇത് മലപ്പുറം ജില്ലയുടെ തലയിൽ കെട്ടിവെക്കുന്നത് ഒരു നല്ല രീതിയല്ല. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ചില ഞരമ്പ് രോഗികൾക്ക് ഹാലടക്കാറുണ്ട്. അത് ശരിയല്ല, അതൊരു ശരിയായ നിലപാടല്ല. അത് കടപ്പുറം എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് ഞരമ്പ് രോഗമുണ്ടാകും. അതാണ് മലപ്പുറം. ആ മലപ്പുറത്തെയാണ് നിങ്ങൾ വാക്കുകൾ കൊണ്ട് വേട്ടയാടാൻ നോക്കുന്നത്. അത് വേണ്ട സുരേന്ദ്ര. പിന്നെ കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറത്തുകാർ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കട്ടെടുക്കുന്നു അല്ലെങ്കിൽ തട്ടിയെടുക്കുന്നു എന്നതാണ് മറ്റൊരു കുറ്റം. അത് പറയുമ്പോൾ അതിനൊരൊറ്റ മറുപടിയേ ഉള്ളൂ. ആരുടെയും തന്തമാരുടെ പാരമ്പര്യ സ്വത്ത് തട്ടിപ്പറിക്കുന്നില്ല കേരളത്തിലെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് മലപ്പുറത്തെ മുസ്ലിങ്ങൾ. ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമേ മുസ്ലിങ്ങൾ ശബ്ദിച്ചിട്ടുള്ളൂ. ആ അവകാശപ്രകാരം കിട്ടേണ്ട ആനുകൂല്യങ്ങൾക്ക് മാത്രമേ മുസ്ലിങ്ങൾ സമരം ചെയ്തിട്ടുള്ളൂ. സംസ്ഥാന സർക്കാരുകളായാലും കേന്ദ്ര സർക്കാരുകളായാലും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ആനുകൂല്യം വെട്ടിക്കുറക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ ഇതുവരെ. ഈ അടുത്ത കാലത്ത് പോലും മുസ്ലിം കുട്ടികൾക്ക് കിട്ടാനുള്ള സ്കോളർഷിപ്പുകൾ പോലും കൊടുക്കാതിരിക്കാനാണ് നമ്മുടെ ഗവൺമെന്റുകൾ ശ്രമിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ സിവിൽ സർവീസിൽ, പോലീസിൽ, മറ്റു ഉദ്യോഗ തലങ്ങളിൽ, വിദ്യാഭ്യാസ മേഖലയിൽ എവിടെയും രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് അവരാധിക്കുന്ന പ്രാതിനിധ്യം ഇന്നുവരെ ലഭിച്ചിട്ടില്ല. 2006 സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ ശരിക്കും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ നിന്നും തീരെ വിഭിന്നമല്ല ഇന്നും മുസ്ലിമിന്റെ അവസ്ഥ ഇന്ത്യയിലും ഒട്ടാകെയും, പ്രത്യേകിച്ച് കേരളത്തിലും. IIM, IIT തുടങ്ങിയ ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ മുസ്ലിം പങ്കാളിത്തം 3% താഴെയാണ്. മുസ്ലിം കുടുംബങ്ങളിൽ 30% പാവപ്പെട്ടവരാണ്. ദേശീയ ശരാശരിയുടെ 22%മാണിത്. സാമൂഹ്യ സമത്വം അനുഭവിക്കുന്ന വിഭാഗമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. മുസ്ലിം കുടുംബങ്ങളുടെ ഭൂവുടമസ്ഥത ശരാശരിയേക്കാൾ 50% കുറവാണ്. ആശുപത്രി, മെഡിക്കൽ ഫെസിലിറ്റികളിലേക്കുള്ള പ്രവേശനത്തിൽ മുസ്ലിങ്ങൾ വളരെയധികം പിന്നിലാണ്. സംസ്ഥാന, ലോകസഭാ ഭരണതലത്തിലേക്കുള്ള മുസ്ലിം പ്രാതിനിധ്യം ജനസംഖ്യാ അനുപാതത്തിനേക്കാൾ എത്രയോ താഴെയാണ്. OBC ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ മുസ്ലിങ്ങൾക്ക് മതിയായ സംവരണം പോലും ഇപ്പോഴും ലഭിക്കുന്നില്ല. 2006 സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നും വലിയ മാറ്റമില്ലാതെ നിലനിൽക്കുന്നു. എന്നിട്ട് പറയുന്നു മുസ്ലിങ്ങൾ മറ്റു മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നു, കട്ടെടുക്കുന്നു. കേന്ദ്ര ഗവൺമെന്റുകളും സംസ്ഥാന ഗവൺമെന്റുകളും വലിയ വിഭവമായി തുറന്നു വെച്ചിരിക്കുകയാണല്ലോ മുസ്ലിങ്ങൾക്ക് കട്ടെടുക്കുക. സുരേന്ദ്രന്റെ പിരാന്ത് മറ്റൊന്നുമല്ല. മലപ്പുറം ജില്ലയിലെ കുറിച്ച് മുസ്ലിങ്ങൾ സമ്പന്നരാണ്. അവർക്ക് വലിയ വീടും കാറും തോട്ടങ്ങളും ഒക്കെയുണ്ട്. അത് പാടില്ല. അതും തകർന്നവർ ദരിദ്രരായി കാണണം. എന്നിട്ട് BJPക്കാരുടെ പിന്നിൽ അണിനിരക്കണം. മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെ അവരുടെ വാലറ്റുകളെ നടക്കണം. കേരളത്തിലെ മുസ്ലിങ്ങൾ അധപ്പതിച്ച് കാണണം. അതാണ് ഹിന്ദുത്വവാദികളുടെ മുഴുവൻ ലക്ഷ്യവും. സുരേന്ദ്ര, കേരളത്തിലെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് മലപ്പുറത്തെ മുസ്ലിങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ടു തന്നെയാണ് ഈ നിലയിലെത്തിയത്. അതുകൊണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അധ്വാനിക്കണം, എങ്കിലേ വല്ലതും ഉണ്ടാക്കാനാവും.